ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സ്റ്റഡി ബ്ലോഗിൻ്റെ ഡേ 4 ആണ്. സിലബസ് എടുത്ത് ഏത് വേണമെന്ന് നോക്കി അതേപോലെ ടേബിൾ സെറ്റാക്കി എല്ലാം വെച്ച് ഇന്ന് ഫിസിക്സ് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ക്ലാസ്സും കണ്ട് ടെക്സ്റ്റും വായിച്ച് പിന്നെ യൂട്യൂബിലും കയറി ഏതെങ്കിലും ചാനലിൽ പോയി ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ RRBക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതായത് ജനറൽ സയൻസിൽ നിന്ന് മൊത്തത്തിൽ 30 ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത ഫിസിക്സിൽ നിന്ന് ഏകദേശം 10 ക്വസ്റ്റ്യൻസ് വരുന്നെന്ന് വിചാരിക്കാം. അപ്പോൾ ഇന്ന് ഫിസിക്സ് പഠിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കി. ഓൾറെഡി കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ പണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ആ ടിക്കൊക്കെ. ഓക്കെ, ഇതിനകത്തുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കോച്ചിങ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പം മെക്കാനിക്സിൽ വരുന്ന കുറേ പോർഷൻസ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ മോഷൻ ആയാലും ശരി, ഫോഴ്സ് ആൻഡ് ലോ ഓഫ് മോഷൻസ്, വർക്ക് എനർജി, പവർ, ഗ്രാവിറ്റേഷൻ, ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ഫ്ലോട്ടേഷൻ, വിസ്കസിറ്റി ആൻഡ് സർഫസ് ടെൻഷൻ, അതൊക്കെ ഫ്ലൂയിഡ് മെക്കാനിക്സ് വരുന്നുണ്ട്. ഓസിലേഷൻ ആൻഡ് വേവ് മോഷൻ മെക്കാനിക്സ്, അങ്ങനെ പല ഐറ്റംസും മെക്കാനിക്സിലും ഫ്ലൂയിഡിലും വരുന്നതുകൊണ്ട് കുറേയൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അതിൻ്റെ കോച്ചിങ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ജനറൽ നോളജ്, കറണ്ട് അഫെയർസ്, ജനറൽ സയൻസ്, മാത്സ്, ആപ്റ്റിറ്റ്യൂഡും റീസണിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എക്സാമിന് വേണ്ടാത്തതുകൊണ്ട് കാര്യമായിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ റീസെൻ്റായിട്ടാണ് ഞാൻ നോക്കി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്, പിന്നെ കുറച്ച് യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഒറ്റയടിക്ക് എന്തായാലും നമുക്കിത് പഠിക്കാൻ പറ്റത്തില്ല. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഇൻവെൻഷൻസും അതിൻ്റെ ഇൻവെൻറ്റേഴ്സൊക്കെ കുറച്ച് അതായത് ഡെയിലി കുറച്ച് റിവൈസ് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഇപ്പോൾ സർവേയിൽ, നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിൽ ഒരു സബ്ജക്റ്റാണ് സർവേയിൽ യൂണിറ്റ്സ് കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് പഠിക്കാതെ കുറച്ച് സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചപ്പോൾ എനിക്ക് കുറേയൊക്കെ മനസ്സിലിങ്ങനെ നിൽക്കാൻ തുടങ്ങിയായിരുന്നു. അതുപോലെ അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു ചാപ്റ്റർ അങ്ങ് നീക്കുവാണ്. കാരണം കുറച്ച് പഠിക്കാം. ആദ്യത്തെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്ത് വന്ന് കുറച്ച് പോർഷൻസൊക്കെ പഠിക്കാം. അങ്ങനെ നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് നോക്കിയാൽ മോഷൻ. അപ്പോൾ ഐശ്വര്യമായിട്ട് 1-ാം തീയതിയാണ്. അപ്പോൾ അറിയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ അങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ചു. ഈ ചാപ്റ്ററിലൊക്കെ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ, അതുപോലെ തന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻ, പിന്നെ ഒരു ബോൾ എറിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്ലെറിയുമ്പോൾ അത് ഫോളോ ചെയ്യുന്ന 10, അതായത് പ്രൊജക്റ്റൈൽ മോഷൻ, അതിനകത്ത് കുറച്ച് ഇക്വേഷൻസ് വരും. അത് പിന്നെ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ആൻഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്നത്. കുറച്ച് പ്രോബ്ലംസും വരാം, അതുപോലെ തന്നെ ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആസ് യൂഷ്വൽ, പിന്നെ പ്രോബ്ലംസും ചോദിക്കാം, ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്രീം സെപ്പറേറ്ററിൽ എന്ത് ടൈപ്പ് ഓഫ് ഫോഴ്സാണ്? സെൻട്രിഫ്യൂഗലാണോ സെൻട്രിപെറ്റലാണോ? അറിയത്തില്ലെങ്കിൽ വേഗം പോയി മോഷൻ എന്നുള്ള ചാപ്റ്റർ പഠിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് എന്നെപ്പോലെ മനസ്സിലാക്കാം. അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ബിലോ. ഏകദേശം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് ചാപ്റ്ററാണ് ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ. അപ്പോൾ നമുക്കതുകൂടെ നോക്കാമെന്ന് ചോദിച്ചു. അതിനകത്ത് ജസ്റ്റ് ഫോഴ്സ് എന്താണെന്നും പിന്നെ ടൈപ്സ് ഓഫ് ഫോഴ്സസ്, ബാലൻസ്ഡ്, അൺബാലൻസ്ഡ്, പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്, റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്താണെന്ന്, പിന്നെ നമ്മുടെ ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ദെൻ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, എനർജി, ഇമ്പൾസ്, കപ്പിള്, അങ്ങനെ കുറച്ച് ടേംസൊക്കെ പഠിക്കാനുണ്ട്. ദെൻ ഫ്രിക്ഷനെ കുറിച്ച് പഠിക്കാനുണ്ട്, ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ എന്താണെന്നും ഓരോ സാഹചര്യത്തിൽ എങ്ങനെയാണെന്നുള്ളതും, പിന്നെ ഫ്ലൂയിഡ് ഫ്രിക്ഷനെ കുറിച്ചും പഠിക്കാനുണ്ട്. ഏകദേശം അത്രയൊക്കെയാണ് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ, മെത്തേഡ്സ് ടു ഓവർകം ഫ്രിക്ഷൻ, അതെന്തൊക്കെയാണെന്നുള്ളത് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ പോയി പഠിച്ചിട്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യുക. സോ പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തത് ഇനി എന്തെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഒരു ഫിസിക്സിൻ്റെ ചാപ്റ്ററും കൂടെ നോക്കാമെന്ന് പറഞ്ഞിട്ട് വർക്ക് എനർജി പവറും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. അതിൽ ജസ്റ്റ് വർക്ക് എന്താ, എനർജി എന്താ, പവർ എന്താ, പിന്നെ എക്യുപ്മെൻറ്റും എനർജി ട്രാൻസ്ഫേർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്കും അത് തന്നെ പഠിക്കാം. ദെൻ കുറച്ച് എക്സാമ്പിൾസ് വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ളത്.
സോ ഇത്രയൊക്കെയാണ് ഞാൻ നോക്കിയത് ഇന്നത്തെ ദിവസം. പിന്നെ ഇന്നലെ പറഞ്ഞത് തൊട്ട് 1-ാം തീയതിയാണ്. പിന്നെ വീട്ടിൽ കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നോക്കി. ഇനി നൈറ്റ് ടൈം കിട്ടുവാണെങ്കിൽ അതിനനുസരിച്ച് വല്ല ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ കൂടെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് വല്ല പൊടിക്കൈകളോ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പഠിക്കൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ സജസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് ക്രാക്ക് ചെയ്യാം. താങ്ക് യു.